ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനുവരി 22-ാം തീയതി സഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, എല്ലാ ദിക്കുകളിൽ നിന്നും യേശുവിന്റെ അടുക്കിലേക്ക് ആളുകൾ വരികയാണ്. യൂദയായിൽ നിന്ന്, ജെറുസലേമിൽ നിന്ന്, ഇദുമേയ എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്ന്. ഇത് സ്വർഗരാജ്യത്തിന്റെ ഒരു സൂചനയാണ്. എല്ലാ നാട്ടിലും എല്ലാ ജാതികളും യേശുവിനെ സ്വീകരിക്കുമെന്ന ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിന് എല്ലാവരെയും ആകർഷിക്കുവാനുള്ള ഒരു ശക്തിയുണ്ട്. എല്ലാ നാട്ടിലും അവന്റെ നാമം സ്വീകാര്യമായിട്ട് തീരും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നില്ലേ, സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന്. സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം അത് മനുഷ്യന് ജീവൻ നൽകുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും സുവിശേഷത്തെ പ്രതി നമ്മൾ ലജ്ജിക്കാതിരിക്കുക, വചനം നമ്മൾ ഏറ്റുപറയുക. എല്ലാ നാട്ടിലുമുള്ള ജനങ്ങൾ യേശുവിനെ സ്വീകരിക്കുമോ എന്ന ഈ ഒരു സെക്കുലർ ലോകത്തിൽ നിൽക്കുമ്പോൾ ഞാനും സുഹൃത്തെ നീയും ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെയാണ് യേശുവിനെ കുറിച്ച് പറയുക? പക്ഷെ നീയൊന്ന് യേശുവിനെ കുറിച്ച് യേശുവിനെ അറിയില്ലാത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു നോക്കുക. യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച്, യേശുവിന്റെ സാന്ത്വനത്തെ കുറിച്ച്, യേശു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന ആ വലിയ സുവിശേഷം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പറയണമെന്ന്. എല്ലാ മുട്ടുകളും യേശുവിന്റെ മുമ്പിൽ മടങ്ങപ്പെടും, എല്ലാ ശക്തികളും അവന്റെ മുമ്പിലേക്ക് വരും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മുട്ടുകളും എന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുമെന്ന. സുവിശേഷത്തിൽ യേശുനാഥൻ സാത്താനെ താക്കീത് ചെയ്യുകയാണ്. എല്ലാ നാടുകളിൽ നിന്നും ആളുകൾ വന്നു യേശുവിന്റെ അടുക്കിലേക്ക്. അപ്പോൾ സാത്താനെ താക്കീത് ചെയ്യുന്നു. അവൻ പറയുന്നു, എനിക്കറിയാം നീ ആരാണെന്ന്. കാരണം എന്താണെന്നറിയോ? ആ സമയത്ത് അവിടെ വന്നിരിക്കുന്ന ജനങ്ങൾ അത്ഭുതങ്ങൾ കണ്ട് മാത്രം യേശുവിന്റെ അടുക്കൽ വന്നവരാണ്. രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി, അശുദ്ധാത്മാക്കൾ പുറത്താക്കപ്പെടാൻ വേണ്ടി, മറ്റു പല അത്ഭുതങ്ങൾ ജീവിതത്തിൽ യേശുവിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ആ ജനത്തിന്റെ മുമ്പിൽ യേശു ആരാണെന്ന് ആ സമയത്ത് വെളിപ്പെടുത്തിയാൽ അത് സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ആ ജനത്തിന്റെ മനസ്സ് ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സാത്താനെ പോലും ഈശോ മുന്നറിയിപ്പ് കൊടുക്കുന്നു, നീ നിശബ്ദമായിട്ടിരിക്കുക, സമയമാകുമ്പോ ഇത് എല്ലാം വെളിപ്പെടുമെന്ന്. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ എല്ലാ നാട്ടിൽ നിന്നും, എല്ലാ ദിക്കുകളിൽ നിന്നും യേശുവിന്റെ അടുക്കിലേക്ക് ജനങ്ങൾ വരുന്നു. അവർ യേശുവിനെ സ്വീകരിക്കുന്നു. എല്ലാ മുട്ടുകളും അവന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നുവെന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു സുവിശേഷത്തിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ആമേൻ.